നമുക്ക് ഇന്ന് ഈ പടവലങ്ങ വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ? അപ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ പുറത്തെ തൊലിയെല്ലാം ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, നമുക്ക് രണ്ടായി കട്ട് ചെയ്തിട്ട് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് വരാം. ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ എടുക്കണം. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിനി ബാക്കിയെല്ലാം കൂടെ ചേർക്കാം ഇതിലേക്ക്. ഇത് ഞാൻ സവാള അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. സവാള അല്ലെങ്കിൽ കുഞ്ഞുള്ളി ആയാലും നല്ലതാണ്. കുഞ്ഞുള്ളി ആകുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് നമുക്ക് കൂടും. ഇത് വെളുത്തുള്ളി കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അടുത്തതായിട്ട് കറിവേപ്പില വേണം, പച്ചമുളക് വേണം. നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് അരപ്പിനായിട്ട് തേങ്ങ വേണം. തേങ്ങ, അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മുളക് പൊടി ചേർക്കാം. അധികം മുളക് പൊടി വേണ്ട നമുക്ക്, കാരണം പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്, കുറച്ച് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൗഡർ ആവശ്യമുണ്ട്. ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പിൽ നന്നായിട്ട് ഞാൻ കൈ വെച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണിത്. നമുക്ക് അടുത്തായിട്ട് അധികം സമയമൊന്നും വെച്ചേക്കണ്ട, നമ്മളിങ്ങനെ ഉടനെ തന്നെ റെഡിയാക്കാവുന്നതാണ്. നമുക്കിനി തോരൻ റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് പാൻ അടുപ്പിൽ വെക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. തീ അല്പം കുറച്ച് വെക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കറിവേപ്പില ആഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ പടവലങ്ങ മിക്സ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിനകത്ത് പടവലങ്ങയ്ക്കകത്ത് നിറയെ വെള്ളമുണ്ട്. നമ്മളത് ലോ ഫ്ലെയിം വെച്ച് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. അധിക സമയമൊന്നും വേണ്ട വേകാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. മൂടി തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അടുക്കി പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മൂടി വെച്ച് വേവിക്കാം. നമുക്കിനി തുറന്ന് നോക്കാം. നമ്മുടെ തോരൻ അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇളക്കി നോക്കാം. അതിനിടയ്ക്ക് 2 പ്രാവശ്യം തുറന്ന് നോക്കി ഇളക്കിയിരുന്നു. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഞാൻ ഉപ്പ് കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് തുറന്ന് നോക്കുമ്പോൾ ഇളക്കി നോക്കുമ്പം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ തോരൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ നമുക്ക്. അരിയുന്ന താമസം മാത്രമേ ഉള്ളൂ പടവലങ്ങ. പിന്നെ തേങ്ങ ഇറങ്ങി വയ്ക്കണം, അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.